ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ബൈബിളിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, ഒരുപാട് യാചനകളുണ്ട്. പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ, രാജാക്കന്മാരുടെ പ്രാർത്ഥനകൾ, വിധവകളുടെ പ്രാർത്ഥനകൾ, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ, ഇപ്രകാരം ഒരുപാട് പ്രാർത്ഥനകൾ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാചന പ്രാർത്ഥിക്കുന്നത് ഒരു സാധാ വ്യക്തിയാണ്. ഈ കാലഘട്ടത്തിൽ ബൈബിളിലെ ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥനയായിട്ട് എല്ലാ ധ്യാന ഗുരുക്കന്മാരും പറഞ്ഞു പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഇതാണ്. ഈ പ്രാർത്ഥന നാം കാണുന്നത് ദിനവൃത്താന്തം 1-ാം പുസ്തകം 4-ാം അധ്യായത്തിലാണ്. ഈ 4-ാം അധ്യായത്തിൽ യൂദായുടെ സന്തതി പരമ്പരകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 4-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ യാബസ് എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രാർത്ഥിക്കുന്നത്. യാബസ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഹീബ്രു ഭാഷയിലെ അർത്ഥം വേദന എന്നതാണ്. എന്നാൽ വേദനയിൽ ജനിച്ച യാബസ് വേദനയിൽ ജീവിച്ചില്ല. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ്. അത് പ്രകാരമാണ്: 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം തിരുവചനം. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. സ്നേഹമുള്ളവരെ, 4 യാചനകളാണ് ഈ പ്രാർത്ഥനയിലൂടെ യാബസ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. ഈ 4 യാചനകൾ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹമായിട്ട് മാറണം. അത് ഏതൊക്കെയാണ് നമുക്ക് കാണാം. ഒന്നാമതായി, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ എപ്പോഴും കിട്ടാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പിന്നോട്ട് നോക്കേണ്ടതായിട്ട് വരികയില്ല, നിരാശപ്പെടേണ്ടതായിട്ട് വരികയില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മെ വഴി നടത്തണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. 2-ാമത്തെ യാചന, എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അതായത് നമ്മുടെ എല്ലാ അതിരുകളും, സാമ്പത്തികമായ അതിരുകൾ പുരോഗതി ഉണ്ടാകണം, നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകണം, സൗഹൃദങ്ങൾ ഉണ്ടാകണം, കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടണം. അങ്ങനെ എൻ്റെ സാമ്പത്തികമായ മേഖലകളിലും, എൻ്റെ ആധ്യാത്മിക മേഖലകളിലും, എൻ്റെ ആരോഗ്യ മേഖലകളിലും, എൻ്റെ സാമൂഹിക മേഖലകളിലും ദൈവത്തിൻ്റെ കൃപയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3-ാമത്തെ യാചനയാണ്, അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കണമേ. അതായത് മരുഭൂമിയിൽ ഇസ്രായേലിനെ നയിച്ച ദൈവത്തിൻ്റെ കരം, പകൽ മേഘസ്തംഭത്തിലും രാത്രിയിൽ അഗ്നിഗോളത്തിലും ദൈവം നയിച്ച, ഇസ്രായേലിനെ നയിച്ച കരം, ആ കരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ കരം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമേ. 4-ാമത്തെ യാചന, വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അതായത് എല്ലാ തിന്മയിൽ നിന്നും, ദുഷ്ടപിശാചിൻ്റെ കെണിയിൽ നിന്നും, പാപത്തിൽ നിന്നും, എൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്ക് അറിയാവുന്ന വചനമാണ്, നാം ദിവസവും ചൊല്ലുന്ന വചനമാണ്. നമുക്ക് ഇതിൻ്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കി വീണ്ടും വീണ്ടും ചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിശദമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ദിനവൃത്താന്ത പുസ്തകം 1-ാം പുസ്തകം 4-ാം അധ്യായം 10-ാം തിരുവചനം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.